السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വ്യഭിചാരത്തിന്റെയും അതേപോലെ സ്വവർഗ രതിയുമായി ബന്ധപ്പെട്ട പാപങ്ങളും ഇതിന്റെ ശിക്ഷാവിധികളെ സംബന്ധിച്ചാണ് സംസാരിച്ചു വന്നത്. അവർക്ക് തൗബയുണ്ടോ, തൗബ സ്വീകരിക്കപ്പെടുമോ എന്നുള്ളതായ വിഷയങ്ങളാണ് അവസാനം സംസാരിച്ചത്. പൊതുവെ സ്വവർഗരതിക്ക് വിധേയമാക്കപ്പെട്ട ആളുകൾ പിന്നീട് അവർക്ക് തൗബക്കുള്ള സാധ്യതകൾ പലപ്പോഴും വിരളമായിട്ട് കണ്ടുവരാറുള്ളൂ എന്ന് ഇമാം അവറുകൾ സൂചിപ്പിക്കുകയുണ്ടായി. തൗബ എല്ലാവർക്കുമുണ്ട്. ഏത് വലിയ പാപം ചെയ്താലും തൗബ സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് ശരിയായ അഭിപ്രായമായി ഇമാം അവറുകൾ സൂചിപ്പിച്ചത്. എങ്കിലും പലപ്പോഴും ഇതുപോലുള്ള പാപങ്ങളിൽ അകപ്പെട്ടു പോകുന്ന ആളുകൾക്ക് അതിൽ നിന്ന് പശ്ചാത്തപിക്കാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും കുറവായിട്ടാണ് കാണപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പല ആളുകളുടെയും അവസാനം വളരെ മോശപ്പെട്ട സൂഉൽ ഖാത്തിമത്ത് ഉണ്ടാകുന്നതായിട്ട് ചില ഉദാഹരണങ്ങളും പറയുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇനിയുള്ള ഭാഗങ്ങളിൽ ഇമാം അവറുകൾ സംസാരിക്കുന്നത്. ഖാല അബ്ദുൽ ഹഖ്, ഇമാം അബ്ദുൽ ഹഖ് റഹിമഹുല്ല പറഞ്ഞു, വഖീല ലിആഖറ മിമ്മൻ അരിഫു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതായത് സൂഉൽ ഖാത്തിമത്ത് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ വൻപാപങ്ങളിൽ അടിയുറച്ചു നിൽക്കുക, അതുപോലെ ദുനിയാവുമായിട്ട് അതിശക്തമായ ബന്ധം സ്ഥാപിക്കുക, ആഖിറത്തെ സംബന്ധിച്ച് തീരെ ബോധമില്ലാതിരിക്കുക, ഇതെല്ലാമാണെന്നാണ് പറഞ്ഞത്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് വിശദീകരിക്കുന്നത്. ഒരു മനുഷ്യനോട് മരണം ഹാജരായ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്ന് പറയപ്പെട്ടു. ഫജഅല യഖൂലു, അപ്പോൾ അദ്ദേഹം പറയാൻ തുടങ്ങി, അദ്ദാറുൽ ഫുലാനിയതു അസ്ലിഹു ഫീഹാ കദാ വൽബുസ്താനുൽ ഫുലാനിയു ഇഫ്അലു ഫീഹി കദാ. ഇന്ന ആളുടെ ഇന്ന വീട്, ആ വീട്ടിൽ ഇന്ന ഇന്ന പണികളെല്ലാം പൂർത്തിയാക്കണം, ഇന്ന തോട്ടത്തിൽ അതിൽ ഇന്ന പ്രവർത്തികളെല്ലാം ചെയ്യണം. അപ്പൊ അദ്ദേഹം ഭൗതികമായ ഈ വിഷയങ്ങളിൽ വ്യാപൃതനാണ്. ആഖിറത്തെ സംബന്ധിച്ച് തീരെ ശ്രദ്ധയില്ലാത്ത ദുനിയാവിന്റെ കാര്യങ്ങളിൽ കെട്ടിപ്പിണഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തോട് മരണാസന്നനായ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കാര്യങ്ങളാണ്, അദ്ദേഹത്തിന്റെ ഭൗതികമായ ജീവിതത്തിലുള്ള വിഷയങ്ങളാണ്. വഖാൽ, വീണ്ടും ഇമാം അബ്ദുൽ ഹഖ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഇമാം ഇബ്നുൽ ഖയ്യിം ഉദ്ധരിക്കുന്നു, വഫീമാ അദിന അബൂ ത്വാഹിരി സലഫി
അൻ ഉഹദ്ദിസ ബിഹി അൻ. അബൂ ത്വാഹിർ അസ്സലഫി എന്നോട് പറയാൻ എനിക്ക് അനുമതി നൽകിയിരിക്കുന്ന ഒരു കാര്യം, അന്ന റജുലൻ നസല ബിഹിൽ മൗത്ത്, ഒരു മനുഷ്യന്റെ അടുക്കൽ മരണമെത്തി. ഫഖീല ലഹു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഫജഅല യഖൂലു ബിൽ ഫാരിസിയ്യ, അപ്പോൾ പേർഷ്യൻ ഭാഷയിൽ അദ്ദേഹം പറയാൻ തുടങ്ങി. ദഹ് യാ സദഹ് ദഹ് വസാദ എന്നിങ്ങനെ പേർഷ്യൻ ഭാഷയിൽ പറയും. അതിന്റെ അർത്ഥം അശ്റും ബി അഹദ അശർ, 10 11 എന്നുള്ള കണക്കിന് ഇദ്ദേഹത്തിന്റെ കച്ചവടത്തിന്റെ കണക്കുകളാണ് അദ്ദേഹം ചെയ്യുന്നത്, മരണാസന്നമായ നിലയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കച്ചവടവും അതുപോലുള്ള ഭൗതികമായ ഇടപാടുകളിൽ തന്നെ ജീവിച്ച് ഒരാള്, ദീനിനോട് തീരെ താല്പര്യമില്ലാത്ത ഒരു മനുഷ്യൻ, അതിനോട് അതിയായ ബന്ധം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അവസാനം ഈ രീതിയിലായിരുന്നു എന്നുള്ളതാണ്. വഖീല ലി ആഖർ, വേറൊരാളോട് പറയപ്പെട്ടു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ എന്ന് മരണാസന്നമായപ്പോൾ പറഞ്ഞു. ഫജഅല യഖൂൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐന ത്വരീഖു ഇലാ ഹമ്മാമി മിൻജാബി. മിൻജാബ്, ഹമ്മാമു മിൻജാബ് എന്ന് പറയുന്നത് ഒരു പ്രസിദ്ധമായ കുളിപ്പുരയാണ്. അവിടേക്കുള്ള വഴി ഏതാണ് എന്ന് ഇദ്ദേഹം ചോദിച്ചു. ഇതിനൊരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം ഇതാണ്, വഹാദൽ കലാമു ലഹു ഖിസ്സ, ഇങ്ങനെ പറയാൻ ഒരു ചരിത്രമുണ്ട്. വദാലിക അന്ന റജുലൻ കാന വാഖിഫൻ ബിഇസാഇ ദാരി, അതിപ്രകാരമാണ്, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീടിന്റെ മുൻഭാഗത്ത് നിൽക്കുകയാണ്. വകാന ബാബുഹ യുഷ്ബിഹു ബാബ ഹാദൽ ഹമ്മാം, ഇദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽ ഈ പറയുന്ന പ്രസിദ്ധമായ മിൻജാബ് കുളിപ്പുരയുടെ കവാടത്തിന്റെ പോലുള്ളതായ ഒരു കവാടമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഫമറത്ത് ബിഹി ജാരിയത്തുൻ ലഹാ മൻദർ, വളരെ സുന്ദരിയായ ഒരു സ്ത്രീ അതിലൂടെ നടന്നുപോയി. ഫഖാലത്ത് ഐന ത്വരീഖു ഇലാ ഹമ്മാമി മിൻജാബ്, ഈ സ്ത്രീ ചോദിച്ചു, എവിടെയാണ് ഹമ്മാമു മിൻജാബിലേക്കുള്ള വഴി ഏതാണ് എന്ന് ചോദിച്ചു. ഫഖാൽ ഹാദാ ഹമ്മാമു മിൻജാബ്, ഇത് തന്നെയാണ് എന്ന് അദ്ദേഹത്തിന്റെ വീട് ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു. ഫദഖലത്തി ദാറ വദഖല വറാഅഹ, ഈ സ്ത്രീ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയും അതിന് പിന്നാലെ ഈ മനുഷ്യനും വീട്ടിലേക്ക് പ്രവേശിച്ചു. ഫലമ്മാ റഅത് നഫ്സഹാ ഫീ ദാരിഹി വഅലിമത് അന്നഹു ഖദ് ഖദഅഹ, അതിനുശേഷം ഈ സ്ത്രീക്ക് മനസ്സിലായി തന്നെ ചതിച്ചിരിക്കുകയാണ്, താൻ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് മനസ്സിലായപ്പോൾ ഈ സ്ത്രീ ഒരു തന്ത്രം പ്രയോഗിച്ചു. അദ്ഹറത് ലഹുൽ ബുശ്റ വൽ ഫറഹ് ബിജ്തിമാഇഹാ മഅ, ആ സ്ത്രീ എന്ത് ചെയ്തു, ഈ പുരുഷനോടുകൂടെ വീട്ടിൽ തനിച്ചായതിന്റെ സന്തോഷവും ആഹ്ലാദവുമെല്ലാം പ്രകടിപ്പിക്കാൻ തുടങ്ങി. തന്ത്രത്തിലൂടെ രക്ഷപ്പെടാനുള്ള മാർഗം ചെയ്തതാണ്. എന്നിട്ട് പറഞ്ഞു, വഖാലത് ലഹു യസ്ലുഹു അൻ യകൂന മഅനാ മാ യതീബു ബിഹി ഐഷുനാ വതഖറു ബിഹി ഉയൂനുനാ, നമ്മുടെ ഈ കൂടിച്ചേരലിന് സന്തോഷം നൽകുന്ന, കണ്ണിന് കുളിർമയേകുന്ന, അതേപോലെ തന്നെ നമ്മുടെ ഈ കൂടിച്ചേരലിന് നല്ല സൗന്ദര്യമുണ്ടാക്കുന്ന ഭക്ഷണവും അതേപോലെ സുഗന്ധവുമെല്ലാം കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ഫഖാല ലഹ, അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അസ്സാഅത ആതീകി ബികുല്ലി മാ തുരീദീന വതഷ്തഹി, നിനക്ക് ആഗ്രഹമുള്ള സകലതും ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. വഖറജ വതറകഹ ഫിദ്ദാരി വലം യുഗ്ലിഖഹ, ഈ മനുഷ്യൻ എന്ത് ചെയ്തു, വീട് വിട്ടിറങ്ങി, വീട് എന്ത് ചെയ്തിട്ടില്ല, അടച്ച് പൂട്ടിയിട്ടില്ല. ഫഅഖദ മാ യസ്ലുഹു വറജ, അങ്ങനെ ആവശ്യമുള്ള വസ്തുക്കളെല്ലാം വാങ്ങി തിരികെ എത്തി. ഫവജദഹ ഖദ് ഖറജത് വദഹബത്, ഈ സമയത്ത് ഈ സ്ത്രീ എന്ത് ചെയ്തിട്ടുണ്ട്, രക്ഷപ്പെട്ടുപോയി. വലം തഖുൻഹു ഫീ ഷൈഇൻ, സ്ത്രീ ഇദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഫഹാമർ റജുലു വഅക്സറ ദിക്റ ലഹ, ഈ സ്ത്രീ, ഈ മനുഷ്യന് ഈ സ്ത്രീയോട് അതിയായ സ്നേഹം വർദ്ധിക്കുകയുണ്ടായി. ഈ സമയത്ത് അവളെ കുറിച്ചുള്ള സ്മരണകൾ മനസ്സിൽ പെരുകി വന്നു. വജഅല യംശി ഫി തുറുഖി വൽ അസിഖതി വയഖൂൽ, അങ്ങനെ ഇദ്ദേഹം ഓരോ വഴികളിലൂടെയും ഇങ്ങനെ നടക്കും, ഊടുവഴികളിലൂടെയും മറ്റുമെല്ലാം നടന്നിട്ട് ഇങ്ങനെ പാട്ടുപാടാൻ തുടങ്ങി. യാ റുബ്ബ ഖായിലത്തിൻ യൗമൻ വഖദ് തഅബത് കൈഫ ത്വരീഖു ഇലാ ഹമ്മാമി മിൻജാബി, ഒരു ദിവസം വളരെ ക്ഷീണിതയായി വന്നുകൊണ്ട് പറഞ്ഞ പെണ്ണെ, എവിടെയാണ്, എങ്ങനെയാണ് മിൻജാബ് കുളിമുറിയിലേക്കുള്ള വഴി ഏതാണെന്ന് ചോദിച്ച സ്ത്രീയെ എന്ന് ചോദിച്ചിട്ട്, ആ സ്ത്രീ എവിടെയാണ് എന്ന് ചോദിച്ചിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഭ്രാന്ത് കയറി. സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള രോഗങ്ങൾ അധികമായി കഴിഞ്ഞാൽ അത് എന്തിലേക്ക് എത്തും,
ഒരുതരം ഭ്രാന്തിലേക്ക് എത്തും. പിന്നെ മരണത്തിലേക്കും ആത്മഹത്യകളിലേക്കും പലപ്പോഴും നയിക്കുന്ന ഇതുപോലുള്ള കാര്യമാണ്. ഇങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ വഴികളിലൂടെയും മറ്റുമെല്ലാം ഇങ്ങനെ പാടി നടക്കാൻ തുടങ്ങി. فبينما هو يوما يقول ذلك اذا بجاريته اجابته من طاق. അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ പാടി നടക്കുമ്പോ ഒരു വീടിന്റെ മട്ടുപ്പാവിൽ നിന്ന് അതിന് ഉത്തരം നൽകുകയാണ്. قرنانها لا جعلت إذ ظفرت بها حرزا على الدار أو قفلا على الباب. ആ സ്ത്രീയെ താങ്കൾക്ക് കിട്ടിയ സന്ദർഭത്തില് അവരുടെ മേൽ താങ്കൾക്ക് അധീശത്വം ഉണ്ടായ സമയത്ത് താങ്കൾക്ക് താങ്കളുടെ വീടിനെ ഒന്ന് ഭദ്രമായി സൂക്ഷിക്കാമായിരുന്നില്ലേ, താഴിട്ട് പൂട്ടാമായിരുന്നില്ലേ എന്നെന്ത് ചെയ്തു? തിരിച്ചൊരു മറുപടിയും കിട്ടി. ഫസ്ദാദ ഹയമാനുഹു വഷ്തദ്. ഈ സമയത്ത് അവരോടുള്ള സ്നേഹം വല്ലാതെ വർദ്ധിച്ചു. വലം യസൽ അലാ ദാലിക്. അങ്ങനെ അതേ അവസ്ഥയിൽ ഇങ്ങനെ തുടരുകയും ഹത്താ കാന ഹാദൽ ബൈതു ആഖിറ കലാമിഹി മിന ദുനിയ. മരിക്കുമ്പോൾ ഈ കവിത, ഈ പാട്ട് പാടിക്കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നതാണ്. അപ്പൊ ഇതുപോലുള്ള രോഗങ്ങൾ പെട്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവസാനം അന്ത്യം മോശമാകുന്നതാണ് പൊതുവെ കണ്ടുവരുന്നത് എന്നർത്ഥം. എന്നിട്ട് വീണ്ടും പറയുകയാണ് അബ്ദുൽ ഹഖ്, ഇമാം അബ്ദുൽ ഹഖ് റഹിമഹുല്ല പറഞ്ഞു, വയുർവ അന്ന റജുലൻ അശഖ ശഖ്സൻ. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനുമായിട്ട് ഇഷ്കിലായി, സ്നേഹത്തിലായി. ഒരു പുരുഷനും വേറൊരു പുരുഷനുമാണ്. ഒരാൾ വേറൊരു സുന്ദരനായ കുട്ടിയെ കണ്ടു. ഫഷ്തദ്ദ കലഫുഹു ബി. ഇദ്ദേഹത്തിന് ആ കുട്ടിയോട് അതിയായ സ്നേഹം ഉണ്ടായി, വർദ്ധിച്ചു. വതമക്കന ഹുബ്ബുഹു മിൻ ഖൽബി. ഹൃദയത്തിൽ വല്ലാത്ത സ്നേഹം നാം വിടുകയും ഹത്താ വഖഅ ലിമാ ബി. ഹൃദയത്തിന് ബാധിക്കുകയും ചെയ്തു. വലസിമൽ ഫിറാഷ മിൻ അജ്ലി. അവന് വേണ്ടിയിട്ട് കിടപ്പറയെല്ലാം ഒരുക്കി തയ്യാറാക്കി. വതമന്ന അദാലിക ശഖ്സ് അലൈഹി. പക്ഷെ ആ വ്യക്തി അതിന് കൂട്ടാക്കിയില്ല, അതിന് തടസ്സം നിന്നു. വഷ്തദ്ദ നിഫാറുഹു അൻഹു. ഇവനെ തൊട്ട് അതിവിദൂരം എന്ത് ചെയ്തു? മാറി നിന്നു. പക്ഷെ ഫലം തസലിൽ വസാഇതു യംശൂന ബൈനഹുമാ ഹത്താ വഅദഹു അൻ യഊദ. ഇദ്ദേഹത്തിന് ഇത് വലിയ ഒരു രോഗമായി മാറിയെന്നാണ് അതിന്റെ വിശദാംശങ്ങളിൽ പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു രോഗമായി മാറി അദ്ദേഹത്തോടുള്ള സ്നേഹം. അങ്ങനെ അത് ഇദ്ദേഹത്തിന്റെ ശരീരത്തെ ക്ഷീണിപ്പിക്കുകയും എഴുന്നേറ്റ് നടക്കാൻ പോലും പ്രയാസകരമായ അവസ്ഥയിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ രോഗം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒന്ന് വരികയാണെങ്കിൽ ഒരു പക്ഷെ എന്ത് ചെയ്തേക്കാം, രോഗം മാറിയേക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെ തിരിച്ചു വരും എന്നുള്ള വാക്ക് കിട്ടുന്നത് വരെയും ഇടയിലുള്ള സംസാരങ്ങൾ നടന്നു. ഫഉഖ്ബിറ ബിദാലിക്കൽ ബായിസ്. അങ്ങനെ ഈ നിരാശനായ വ്യക്തിക്ക് അദ്ദേഹം തിരികെ വരും, മടങ്ങി വരും എന്ന് വാർത്ത നൽകപ്പെട്ടു. ഫഫരിഹ വഷ്തദ്ദ സുറൂറു. അങ്ങനെ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി, കുറച്ച് ആശ്വാസം കിട്ടി. വൻജല ഗംഹു. അദ്ദേഹത്തിന്റെ മനക്ലേശങ്ങളെല്ലാം മാറി. വജഅല യന്തദിറുൽ മിആദ അല്ലദീ ദറബഹു ലഹു. അങ്ങനെ ഈ വ്യക്തി വരാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയവും പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം കഴിച്ചുകൂട്ടുകയാണ്. ഫബൈനമാ ഹുവ കദാലിക ഇദ് ജാഅഹു الساعي ബൈനഹുമാ ഫഖാൽ. അങ്ങനെ ഇരിക്കെ ഇവരുടെ ഇടയിൽ സംസാരിച്ച വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, ഇന്നഹു വസല മഈ ഇലാ ബഅദ് ത്വരീഖ് വറജ. അദ്ദേഹം എന്റെ കൂടെ പാതി വഴി വരെ വന്നു, പക്ഷെ എന്ത് ചെയ്തു? മടങ്ങിപ്പോയി. ഫറഗബ്തു ഇലൈഹി വകല്ലംതു. ഞാൻ അദ്ദേഹത്തെ പല പ്രാവശ്യം പ്രേരിപ്പിച്ചു, നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രോഗം ശിഫയാകും. അതുകൊണ്ട് പല രീതിയിൽ ഞാൻ സംസാരിച്ചു നോക്കി. ഫഖാല ഇന്നഹു ദക്കറനി വബറഹ ബി. പക്ഷെ ആ വ്യക്തി പറഞ്ഞത്, ഇദ്ദേഹത്തിന്റെ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ അടുക്കൽ പോയാൽ എന്നെ കുറിച്ച് ആളുകളോട് പറയും, എന്റെ ചാരിത്രം നഷ്ടപ്പെടും, എന്നെ കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തും ആളുകൾ. വലാ അദ്ഖുലു മദാഖില റീബി വലാ ഉഅദ്ദിദു നഫ്സി ലിമവാഖിഇ തുഹം. അതുകൊണ്ട് എന്റെ ശരീരത്തിന്റെ മേൽ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സ്ഥലത്ത്, മോശപ്പെട്ട സ്ഥലങ്ങളിൽ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി എന്ന് പറഞ്ഞു. ഫആബത്തുഹു ഫഅബാ വൻസറഫ്. ഞാൻ അദ്ദേഹത്തെ പല പ്രാവശ്യം ക്ഷണിച്ചു നോക്കി, പക്ഷെ എന്ത് ചെയ്തില്ല, അദ്ദേഹം വന്നില്ല, തിരികെ പോയി. ഫലമ്മാ സമിഅൽ ബാഇസു ഉസ്ഖിത ഫി യദിഹി. ഈ മനുഷ്യൻ അദ്ദേഹം മടങ്ങിപ്പോയി എന്ന് കേട്ട മാത്രയിൽ ഇദ്ദേഹത്തിന്റെ കൈകളിലേക്ക് വീണു. വആദ ഇലാ അഷദ്ദി മിമ്മാ കാന ബി. എന്തായിരുന്നോ രോഗം, അതിനേക്കാൾ കഠിനമായ അവസ്ഥയിലേക്ക് അദ്ദേഹം മാറി.
വബദത അലൈഹി അലായിമുൽ മൗത്ത്, മരണത്തിന്റെ വെപ്രാളങ്ങൾ, അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഫജഅല യഖൂലു ഫീ തിൽകൽ ഹാൽ, ആ അവസ്ഥയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പാടാൻ തുടങ്ങി. അസൽമു യാ റാഹത്തിൽ അലീലി വയാ ഷിഫൽ മുദ്ന ഫിൻ നഹീൽ. അസൽമ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അല്ലയോ രോഗങ്ങൾക്ക് ആശ്വാസമേകുന്നവനെ, വയാ ഷിഫൽ മുദ്ന ഫിൻ നഹീൽ, രോഗം ബാധിച്ച് ശരീരമെല്ലാം ക്ഷീണിതനായ ആളുകൾക്ക് ഷിഫയാക ആയി ശമനം കൊടുക്കുന്നവനെ, റിദാക അഷ്ഹ ഇലാ ഫുആദി മിൻ റഹ്മത്തിൽ ഖാലിഖിൽ ജലീൽ, സൃഷ്ടാവായ മഹോന്നതനായ അള്ളാഹുവിന്റെ റഹ്മത്തിനേക്കാൾ എന്റെ ഹൃദയത്തിലേക്ക് ആവശ്യം നിന്റെ തൃപ്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്തു പാടാൻ തുടങ്ങി. അപ്പൊ ഇതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക്, ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. ഇത് കേട്ട മാത്രയിൽ കൂടെ നിന്ന ആള് പറഞ്ഞു, ഫഖുൽതു ലഹു യാ ഫുലാൻ ഇത്തഖില്ലാ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖദ് ഖാൻ, ഞാൻ അങ്ങനെയായിരുന്നു. ഫഖുംതു അൻഹു, ഇത് കേട്ടപ്പോ ഈ കൂടെ ഇരുന്ന ആള് തിരികെ പോയി, എഴുന്നേറ്റ് പോയി. ഫമാ ജാവസ്തു ബാബ ദാരിഹി ഹത്താ സമിഅതു ദജ്ജത്തൽ മൗത്ത്, അദ്ദേഹത്തിന്റെ വാതിൽ കടക്കുന്നതിന് മുമ്പേ മരണത്തിന്റെ അട്ടഹാസം ഞാൻ എന്ത് ചെയ്തു, കേട്ടു. ഫഇയാദൻ ബില്ലാഹ് മിൻ സൂഇൽ ആഖിബതി വശുമിൽ ഖാതിമ. അതുകൊണ്ട് ഇമാം അവറുകൾ ഇതുപോലുള്ള മോശപ്പെട്ട മരണത്തിൽ നിന്ന് അന്ത്യത്തെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. അപ്പൊ ഇതുപോലുള്ള രോഗങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും തൗബയുണ്ട് എങ്കിൽ തന്നെയും പൊതുവെ കാണപ്പെടുന്നത് എന്താണ്, അതുപോലുള്ള ആളുകൾ ഇതിന് അടിമപ്പെടുകയും അങ്ങനെ മോശപ്പെട്ട അവസ്ഥയിൽ മരണം സംഭവിക്കുന്നതുമാണ് പൊതുവെ കാണപ്പെടാറ് എന്നുള്ളതാണ്. വലഖദ് ബഖ സുഫിയാനു സൗരി, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, സുഫിയാനു സൗരി റഹിമഹുല്ലാഹ് ഒരിക്കൽ കരഞ്ഞു. ലൈലത്തൻ ഇല സ്വബ, ഒരു രാത്രിയിൽ പ്രഭാതം വരെയും ഇരുന്ന് കരഞ്ഞു. ഫലമ്മ അസ്ബഹ ഖീല ല, പ്രഭാതമായപ്പോൾ ചോദിച്ചു, കുല്ലു ഹാദാ ഖൗഫൻ മിന ദുനൂബ്, ഈ കരച്ചിലെല്ലാം പാപം ചെയ്തതിന്റെ പേടിയാണോ? ഫഅഖദ തിബ്നതൻ മിനൽ അർദ്, അദ്ദേഹം കുറച്ച് മണൽ തരിയെടുത്തിട്ട് പറഞ്ഞു, അദ്ദുനൂബു അക്ബരു മിൻ ഹാദാ, പാപങ്ങൾ ഇതിനേക്കാൾ നിസ്സാരമാണ്. പക്ഷെ വഇന്നമാ അബ്കി മിൻ ഖൗഫിൽ ഖാതിമ, എന്റെ പേടി എന്താണ്, അന്ത്യം മോശമായി പോകുമോ എന്നുള്ളതാണ് എന്റെ പേടി. അപ്പോ സുഫിയാനു സൗരി റഹിമഹുല്ലാഹ് സലഫുകളിൽ പ്രമുഖനാണ്, ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് തന്നെ അന്ത്യം മോശമായി പോകുമോ എന്ന് വലിയ പേടിയായിരുന്നു. അന്ത്യം മോശമായി പോകും എന്നുള്ള പേടിയുള്ളവരായിരുന്നു സലഫുകൾ എന്നർത്ഥം. വഹാദാ മിൻ അഅ്ദമിൽ ഫിഖ്, ഇത് ഫിഖ്ഹിന്റെ ഒരു അങ്ങേയറ്റത്തെ മഹോന്നതമായ ഒരു വിജ്ഞാനമാണ് ഈ കാര്യം. അൻ യഖാഫ അർ-റജുലു അൻ തഖ്ദു ലഹു ദുനൂബുഹു ഇൻദൽ മൗത്ത് ഫതഹൂലു ബൈനഹു വബൈനൽ ഖാതിമത്തിൽ ഹുസ്ന, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പേടിയുണ്ടാവുക എന്നുള്ളത്, അവന്റെ പാപങ്ങൾ അവനെ നിന്ദ്യമാക്കി തീർക്കുമോ എന്നുള്ള പേടി, അത് അവന്റെയും നല്ല അന്ത്യത്തിന്റെയും ഇടയിൽ അവന്റെ പാപങ്ങൾ മറയിട്ട് കളയുമോ എന്നുള്ള പേടി ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എപ്പോഴും ചെയ്യണം, ഉണ്ടാകണം എന്നുള്ളതാണ്. വഖദ് ദക്കറ ഇമാം അഹ്മദ് അൻ അബി ദർദാ അന്നഹു ലമ്മ ഇഹ്തുദിറ ജഅല യുഗ്മ അലൈഹി, അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പ്രകാരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന് മരണാസന്നമായി. ഈ സമയത്ത് ബോധക്ഷയം ഉണ്ടാവുകയാണ് ഇടയ്ക്കിടെ. സുമ്മ യഫീഖു വയഖറ, ഈ മരണാസന്നമായ നിലയിൽ ബോധം കെടുന്നു, എഴുന്നേറ്റ സമയത്ത് അദ്ദേഹം പാരായണം ചെയ്യുകയാണ്. ആയത്തിതാണ്, വനുഖല്ലിബു അഫ്ഇദതഹും വഅബ്സാറഹും, അവരുടെ, അല്ലാഹുവിന്റെ വാക്യമാണ്, അവരുടെ ഹൃദയങ്ങളും കണ്ണുകളുമെല്ലാം നാം മാറ്റിമറിക്കുന്നതാണ്. കമാലം യുഅ്മിനൂ ബിഹി അവ്വല മറ, അവർ ആദ്യ വട്ടം പരിശുദ്ധ ഖുർആനിനെ വിശ്വസിക്കാതിരുന്നത് പോലെ. വനദറുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ, അവരുടെ തോന്നിവാസത്തിൽ അതിക്രമങ്ങളിൽ വ്യവഹരിക്കാൻ അവരെ നാം വിട്ടുകളയുകയും ചെയ്യുന്നതാണ്. അപ്പോ ആദ്യ കാലഘട്ടത്തിൽ തിന്മ ചെയ്തതിന്റെ ഫലമായിക്കൊണ്ട്, വിശ്വാസം ഉൾക്കൊള്ളാത്തതിന്റെ ഫലമായിക്കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ നാം മാറ്റിമറിക്കുന്നതാണ് എന്നുള്ള ഈ ആയത്ത്, അതായത് അന്ത്യം മോശമായി പോകുമോ എന്നുള്ള പേടി കൊണ്ട് ഇമാം അബൂ ദർദാ റളിയല്ലാഹു അൻഹു പേടിക്കുകയാണ്. അപ്പൊ അന്ത്യം മോശമാവുക എന്നുള്ള പേടി എന്തുണ്ടാവണം, ഒരു വിശ്വാസിക്ക് ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ, അന്ത്യം നല്ല രീതിയിലാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുക എന്നുള്ളത് വിശ്വാസിയുടെ കർത്തവ്യമാണ്.
ഫമിൻ ഹാദാ ഖാഫ അസ്സലഫു മിന ദുനൂബ്. അതുകൊണ്ടാണ് സലഫുകൾ പാപങ്ങളെ അതിയായി പേടിച്ചിരുന്നത്, അന്ത്യം മോശമായി പോകുമെന്നുള്ള കാരണത്താൽ. അൻ തകൂന ഹിജാബൻ ബൈനഹും വബൈനൽ ഖാതിമത്തിൽ ഹുസ്ന. നല്ല മരണത്തിന്റെയും അവരുടെയും ഇടയിൽ പാപങ്ങൾ എന്ത് ചെയ്യും, ഒരു മറയായി വരും എന്ന് പേടിയുന്നുണ്ടായിരുന്നു സലഫുകൾക്ക് ഉണ്ടായി. പാപം ചെയ്താൽ അതൊരു പക്ഷേ അന്ത്യസമയത്ത് നല്ല മരണത്തിന് അതൊരു തടസ്സമായി മാറും എന്ന് അതിശക്തമായി എന്ത് ചെയ്തിരുന്നു, സലഫുകൾ പേടിച്ചിരുന്നു. ഖാൽ ഇമാം അബ്ദുൽ ഹഖ് റഹിമഹുല്ലാഹി പറയുകയാണ്, വഅലം അന്ന സൂഅൽ ഖാതിമ, മോശപ്പെട്ട മരണം എന്നുള്ളത്, ആദനല്ലാഹു മിൻഹ, അല്ലാഹു നമ്മെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ, ലാ തകൂനു ലിമൻ ഇസ്തഖാമ ളാഹിറുഹു വസലുഹ ബാത്തിൻ. ഇത് പ്രധാനപ്പെട്ട തത്വമാണ്. മോശപ്പെട്ട മരണം ഉണ്ടാവുകയില്ല. ആർക്ക്? അവന്റെ പ്രത്യക്ഷ ജീവിതം ഇസ്തിഖാമത്തിലാണ്, നല്ല രീതിയിലാണ്, അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്തുകൊണ്ടാണ് അവന്റെ ബാഹ്യമായ ജീവിത ശൈലികൾ ഉള്ളത്. വസലുഹ ബാത്തിനുഹു, ഉള്ളു നല്ലതുമാണ്. ചില ആളുകൾ പ്രത്യക്ഷത്തിൽ എന്ത് ചെയ്യും, ശരീഅത്തിന്റെ വിധിവിലക്കുകളെല്ലാം അനുസരിക്കും, പക്ഷെ ഉള്ളിൽ ചിലപ്പോ കപടത നിറച്ചിട്ടുണ്ടാകാം, തനി കുഫ്ർ ഉണ്ടാകാം. മുനാഫിഖാണ് പ്രകടമായി ശരീഅത്തിന്റെ അഹ്കാമുകൾ പിന്തുടരുന്നത് എങ്കിൽ അതുകൊണ്ട് എന്ത് ചെയ്യൂല, ഗുണം ചെയ്യുകയില്ല. ഒരാളുടെ ബാഹ്യമായ നടപടിക്രമങ്ങൾ ശരീഅത്തിന് അനുയോജ്യമാണ്, അവന്റെ ഉള്ളിൽ നിഫാഖുമില്ല, ഉള്ളിൽ ശുദ്ധവുമാണ്, തൗഹീദുണ്ട്, സുന്നത്തുകളുണ്ട്, ശരിയായ മനഹജവനുണ്ട് എങ്കിൽ മാ സുമിഅ ബിഹാദാ വലാ ഉലിമ ബിഹി വലില്ലാഹിൽ ഹംദ്, അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സൂഉൽ ഖാതിമത്ത് അവനെ തൊട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കേൾക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ നമ്മൾ അറിഞ്ഞിട്ടുമില്ല. അല്ലാഹുവിനാണ് സ്തുതി. അപ്പോ ഇഖ്ലാസുള്ള നല്ല ഹൃദയം ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാഹ്യരൂപം ശരിയായ നിലയിലാണ് എങ്കിൽ അവരിൽ ഈ സൂഉൽ ഖാതിമത്ത് കാണപ്പെടാറില്ല. വഇന്നമാ തകൂനു ലിമൻ ലഹു ഫസാദുൻ ഫിൽ അഖീദ, പൊതുവെ അത് കാണപ്പെടുന്നത് ഒന്നുകിൽ അഖീദയിൽ പിഴച്ച ആളുകൾക്ക്, തൗഹീദിൽ പിഴച്ചു പോയിട്ടുണ്ട്, ശരിയായ മനഹജിലല്ല അവർ നിലകൊള്ളുന്നത്, ശിർക്കും ബിദ്അത്തുകളും അവരുടെ ജീവിതത്തിലേക്ക് കലർന്നു വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഔ ഇസ്റാറുൻ അലൽ കബായിർ, തൗഹീദുണ്ട്, സുന്നത്തുണ്ട്, ശരിയായ മനഹജുണ്ട്, പക്ഷേ വൻപാപങ്ങളിൽ അവൻ അടിയുറച്ചു നിൽക്കുകയാണ്, വൻപാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഇഖ്ദാമുൻ അലൽ അദായിം, വലിയ വലിയ പാപങ്ങൾ ചെയ്യാൻ ഒരു ലജ്ജയുമില്ല, അതിലേക്ക് ഇങ്ങനെ മുന്നിട്ട് ചെയ്യുന്നു, വലിയ ധൈര്യസമേതം വലിയ വലിയ പാപങ്ങൾ അവൻ ചെയ്യുന്നു. ഇത് വലിയ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. സ്വഗായിറുകൾ ചെയ്യും, സ്വഗായിറുകൾ ചെയ്യാത്ത മനുഷ്യന്മാരില്ല. അത് സംഭവിക്കും, ഏതു മനുഷ്യനും സംഭവിക്കും. അമ്പിയാക്കന്മാർക്ക് വരെയും എന്ത് ചെയ്യും, സ്വഗായിറുകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷെ കബായിറുകൾ ചെയ്യുകയും അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമാണ്. അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം കബീറത്തുകൾ ഉണ്ടാവുകയില്ല, സ്വഗായിറുകൾ ഉണ്ടാകാമെന്നുള്ളതാണ് അഹ്ലു സുന്നയുടെ അഖീദ. ഇവിടെ ഇമാം അവറുകൾ പറയുന്നത്, ഒരാളുടെ അഖീദ മോശമാണ് എങ്കിൽ അവൻ സൂഉൽ ഖാതിമത്ത് ഭയപ്പെടേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അവൻ വൻപാപങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്നു. വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യഭിചാരം തന്നെ വേണമെന്നില്ല, കൊലപാതകമോ ശിർക്കോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ തന്നെ വേണം. പലപ്പോഴും ആളുകൾ നിസ്സാരമായി ഗണിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല, വൻപാപത്തിൽപ്പെട്ടതാണ്. ഒരാളെ അയൽവാസി ഉപദ്രവിക്കുന്നു, വൻപാപത്തിൽപ്പെട്ടതാണ്. ധാരാളം വൻപാപങ്ങൾ പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നില്ല, നിസ്സാരമായി കാണുന്നുണ്ട്. അപ്പൊ വൻപാപങ്ങളിൽ ഒരാൾ അടിയുറച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ അത് വലിയ അപകടമാണ്. ഫറുബമാ ഗലബ ദാലിക അലൈഹി ഹത്താ യൻസില ബിഹിൽ മൗതു ഖബല തൗബ. ഇത് ഒരു പക്ഷെ എന്ത് ചെയ്തിരിക്കും, ഈ വൻപാപങ്ങളിൽ അടിയുറച്ചു നിൽക്കുമ്പോ അത് അവനെ അതിജയിക്കും. തൗബ ചെയ്യാനുള്ള സാഹചര്യം കിട്ടുന്നതിന് മുമ്പേ മരണം അവൻ എന്ത് ചെയ്യും, പിടികൂടും. ഫയഖുദുഹു ഖബല ഇസ്ലാഹി തബിയ്യ, അവന്റെ ഉള്ളകം ശുദ്ധിയാക്കുന്നതിന് മുമ്പേ മരണം അവനെ എന്ത് ചെയ്യും, പിടികൂടും. വയസ്തലിമ ഖബല ഇനാബ, അല്ലാഹുവിലേക്ക് മടങ്ങാൻ സാധിക്കുന്നതിന് മുമ്പേ അവന് പിഴുതെടുക്കും, മരണം അവനെ എന്ത് ചെയ്യും, പിഴുതെടുത്ത് കളയും. ഫയഗ്ഫറു ബിഹി ശൈത്താൻ ഇൻദ തിൽക സ്വദ്മ, മരണത്തിന്റെ ആ അന്ത്യസമയത്ത് ശൈത്താൻ അവന്റെ മേൽ എന്ത് ചെയ്യും,
വിജയം വരിക്കും. വയഖ്തതിഫുഹു ഇൻദ തിൽക ദഹ്ശതി വൽ ഇയാദു ബിൽ ആ പരിഭ്രമ ഘട്ടത്തിൽ ശൈത്വാൻ അവൻ എന്ത് ചെയ്യും? കാർന്നെടുക്കും എന്ന് ഇമാം അവറുകൾ സൂചിപ്പിക്കുകയാണ്. ഖാൽ അതിനുശേഷം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വീണ്ടും പറയുകയാണ്, വയുർവ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അന്നഹു കാന ബിമിസ്ർ റജുൽ, മിസ്റില് ഈജിപ്തിൽ ഒരു മനുഷ്യനുണ്ടായി. ഒരു നിസ്സാരമാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യം വരെയും മനുഷ്യനെ എത്രത്തോളം വലിയ അപകടത്തിൽ ചാടിക്കും എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. മിസ്റിൽ ഒരു മനുഷ്യനുണ്ടായി. യൽസമു മസ്ജിദൻ ലിൽ അദാനി വസ്സലാ, അദ്ദേഹം പള്ളിയിൽ തന്നെയാണ്. പള്ളിയിൽ ബാങ്ക് കൊടുക്കും, ഇമാമത്ത് നിൽക്കും, നമസ്കരിക്കും, അങ്ങനെ എല്ലാം ചെയ്യുന്ന, പള്ളിയുമായിട്ട് ആത്മബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്ന ഒരാള്. വഅലൈഹി ബഹാഉ ത്വാഅത്തി വഅൻവാറുൽ ഇബാദ, അനുസരണത്തിന്റെ അടയാളങ്ങളെല്ലാം അദ്ദേഹത്തിലുണ്ട്, അതിന്റെ പ്രകാശവുമെല്ലാം അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ട്. പക്ഷേ ഫറഖിയ യൗമൻ അൽ മനാറത അലാ ആദതിഹി ലിൽ അദാൻ, പതിവ് പോലെ ഒരിക്കൽ അദ്ദേഹം പള്ളിയുടെ മിനാറത്തിൽ കയറി ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട്. വകാന തഹ്ത അൽ മനാറതി ദാറുൻ ലിനസ്റാനിയ്യിൻ, പള്ളിയുടെ ചേർന്ന് മിനാരത്തിന്റെ താഴെ ഒരു നസ്റാനിയുടെ വീടുണ്ട്. ഫത്വലഅ ഫിഹാ, അദ്ദേഹത്തിന്റെ നോട്ടം ഒരു വേള അവിടേക്ക് പോയി, ഒന്ന് നോക്കി. ഫറഅബ്നത സാഹിബിദ്ദാർ, ആ വീട്ടുടമസ്ഥന്റെ മകളെ ഇദ്ദേഹം കണ്ടു. ഫഫ്തുതിന ബിഹാ, അവളിൽ ഇദ്ദേഹം ഫിത്നയാക്കപ്പെട്ടു. ഫതറക്കൽ അദാൻ, ബാങ്ക് ഉപേക്ഷിച്ചു. വനസല ഇലൈഹ, അവരുടെ അടുത്തേക്ക് ചെന്നു. വദഖലത് ദാറ അലൈഹ, വീട്ടിലേക്ക് പ്രവേശിച്ചു. ഫഖാലത് ലഹ, എന്നിട്ട് പറഞ്ഞു. വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, മാ ശഅനുക വമാ തുരീദ്, എന്താണ് നിന്റെ കാര്യം, എന്താണ് ഉദ്ദേശം? ഖാൽ ഉരീദുകി, എനിക്ക് നിന്നെ വേണം എന്ന് പറഞ്ഞു. ഫഖാലത് ലിമാദാ, എന്തിനാണെന്ന് ചോദിച്ചു. ഖദ് സബൈതി ലുബ്ബി വഅഖദ്തി ബിമജാമിഇ ഖൽബി, നീ എന്റെ ഹൃദയം കാർന്നെടുത്തിരിക്കുകയാണ്, എന്റെ മനസ്സ് നീ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഖാലത്, ആ സ്ത്രീ പറഞ്ഞു, ലാ ഉജീബുക ഇലാരീബത്തിൻ അബദാ, നിഷിദ്ധമായ സിനയിലേക്ക്, വ്യഭിചാരത്തിലേക്ക് ഞാൻ നിനക്ക് ഉത്തരം നൽകുകയില്ല എന്ന് പറഞ്ഞു. ഖാൽ, അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, അതസവ്വജുകി, എങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അൻത മുസ്ലിമുൻ വ അന നസ്റാനിയ, നിങ്ങൾ മുസ്ലിമാണ്, ഞാൻ നസ്റാനിയാണ്. വ അബി ലാ യുസവ്വിജുനി മിൻക, എന്റെ പിതാവ് താങ്കൾക്ക് എന്നെ വിവാഹം ചെയ്തു തരികയില്ല. ഖാൽ, അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അതനസ്സർ, എങ്കിൽ ഞാൻ നസ്റാനിയാകാം. ഖാലത്, ആ സ്ത്രീ പറഞ്ഞു, ഇൻ ഫഅൽത അഫ്അൽ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, വിവാഹം കഴിക്കാം. ഫതനസ്സറ റജുലു ലിയതസവ്വജഹ, ആ സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഈ മനുഷ്യൻ എന്ത് ചെയ്തു, നസ്റാനിയായി. വഅഖാമ മഅഹും ഫിദ്ദാർ, അങ്ങനെ അതേ ദിവസം ആ വീട്ടിൽ ഇദ്ദേഹം താമസിക്കുകയാണ്. ഫലമ്മാ കാന ഫീ അസ്നാഇ ദാലികൽ യൗം, അതേ ദിവസം തന്നെ, ചില റിപ്പോർട്ടുകളിലെല്ലാം കാണാം, വീടിന്റെ ഉയർന്ന സ്ഥലത്ത് കയറി ഞാൻ നസ്രാണിയായിരിക്കുന്നു, എന്റെ മതം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയണമെന്ന് അദ്ദേഹം നിബന്ധന വെച്ചെന്നാണ്. എങ്ങനെയാണെങ്കിലും അതേ ദിവസം റഖിയ ഇലാ സത്ഹിൻ കാന ഫിദ്ദാർ, ആ വീടിന്റെ മേൽക്കൂരയിലേക്ക് ഇദ്ദേഹം പ്രവേശിച്ചു. ഫസഖത മിൻഹു ഫമാത്, അവിടെ നിന്ന് അദ്ദേഹം ചെയ്തു വീഴുകയും മരണപ്പെടുകയും ചെയ്തു. ഫലം യഗ്ഫർ ബിഹാ വഫാതഹു ദീനു, ഇദ്ദേഹത്തിന് ആ സ്ത്രീയെ ലഭിക്കുകയും ചെയ്തില്ല, അദ്ദേഹത്തിന്റെ ദീൻ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. അപ്പോ ഒരു ചെറിയൊരു നോട്ടമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു നോട്ടം തന്നെ അദ്ദേഹത്തെ വലിയ അപകടത്തിൽ വീഴ്ത്തി. അദ്ദേഹത്തിന്റെ എന്താണോ ലക്ഷ്യം വെച്ചത് അത് അദ്ദേഹത്തിന് ലഭിച്ചില്ല, മാത്രമല്ല ദീൻ നഷ്ടപ്പെടുകയും ചെയ്തു. സൂഉൽ ഖാത്തിമത്ത് വളരെ പ്രകടമായിട്ട് അദ്ദേഹത്തിൽ കാണുകയും ചെയ്തു. അപ്പൊ ഇതുപോലുള്ള രോഗങ്ങൾ പലപ്പോഴും മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് വലിയ നാശത്തിലേക്കായിരിക്കും എന്നുള്ളതാണ് എന്ത് അനുഭവങ്ങളിലൂടെ മനസ്സിലാകുന്നത് എന്നാണ് ഇമാം അവർകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് തൗബയില്ല എന്നുള്ളത് ശരിയായ അഭിപ്രായമല്ല. തൗബയുണ്ട്, ഏത് വലിയ പാപം ചെയ്തവനും ഒന്നുണ്ട്, തൗബയുണ്ട് എന്നുള്ളത് തന്നെയാണ് ശരിയായ അഭിപ്രായം. പക്ഷെ പൊതുവെ കാണപ്പെടുന്നത് ഇതിൽ അടിയുറച്ചു നിൽക്കുകയും അതിൽ പെട്ടുപോവുകയും ചെയ്യുന്ന ആളുകൾ പലപ്പോഴും എന്താണ് മോശപ്പെട്ട അവസാനത്തിലായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ രീതിയിൽ അതിനെന്ത് ചെയ്യേണ്ടതുണ്ട്, ഭയപ്പെടേണ്ടതുണ്ട്. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, വലമ്മാ കാനത് മഫ്സദത്തുൽ ലിവാത് മിൻ അഅ്ദമിൽ മഫാസിദ്,
നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഓരോ പാപങ്ങളുടെയും അത് മുഖേനയുണ്ടാകുന്ന മഫ്സദത്ത്, അതിന്റെ നാശം എത്ര അധികമാണോ അതിനനുസരിച്ചാണ് അതിന്റെ ഗൗരവം കൂടുക, അതിന്റെ ശിക്ഷയും അങ്ങനെയാണ് കൂടുക. അതുകൊണ്ട് തന്നെ ലിവാത്തിന്റെ മഫ്സദത്ത്, സ്വവർഗ ലൈംഗികതയുടെ മഫ്സദത്ത്, ഒരു പുരുഷനെ തന്നെ ലൈംഗിക ശമനത്തിന് വേണ്ടി ഉപയോഗിക്കുക, ഇതിന്റെ മഫ്സദത്ത് വളരെ അപകടം പിടിച്ചതാണ് എന്നിരിക്കെ അതിന്റെ ശിക്ഷ ദുനിയാവിലും ആഖിറത്തിലും വളരെ ഗുരുതരമായ ശിക്ഷയാണ്. എന്നിട്ട് ഇമാം അവർ പറയാണ്, ഉലമാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഹൽ ഹുവ അഗ്ലദു ഉഖൂബതൻ മിന സിന, ഒരു പുരുഷൻ സ്ത്രീയെ വ്യഭിചരിക്കുന്നതിനേക്കാളും വലിയ ശിക്ഷയാണോ പുരുഷനെ ലൈംഗിക ദാഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്? അവിസിന അഗ്ലദു ഉഖൂബതൻ മിൻ, അതല്ല വ്യഭിചാരത്തിനാണോ ഇതിനേക്കാൾ കൂടുതൽ ശിക്ഷ? ഔ ഉഖൂബതുഹുമാ സവാഉൻ, അതല്ല രണ്ടിന്റെയും ശിക്ഷ ഒരേപോലെയാണോ? അലാ സലാസത്ത് അഖ്വാലിൻ, 3 അഭിപ്രായത്തിന്റെ മേൽ ഉലമാക്കൾക്ക് എന്തുണ്ട്? കൗലുകളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നിട്ട് അതിലേറ്റവും പ്രബലമായ ശരിയായ അഭിപ്രായമാണ് ഒന്നാമതായിട്ട് ആര് പറയുന്നത്? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. അതിലേറ്റവും ശരിയായ അഭിപ്രായം ഏതാണ്? ഫദഹബ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയിരിക്കുന്ന മാർഗം, അഭിപ്രായം. വഅലി ഇബ്നു അബി ത്വാലിബ് വഖാലിദ് ഇബ്നുൽ വലീദ് وعبد الله بن الزبير وعبد الله بن عباس وخالد بن زيد وعبد الله بن معمر والزهري وربيعة بن أبي عبد الرحمن ومالك وإسحاق بن راهوي والإمام أحمد في أصح روايتين عن إمام أحمد രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശരിയായ അഭിപ്രായം والشافعي في أحد قولي, ഷാഫിഈ മദ്ഹബിൽ 2 കൗലുകളിൽ ഒരു അഭിപ്രായം. إلى أن عقوبته أغلظ من عقوبة الزنا, വ്യഭിചാരത്തിന്റെ ശിക്ഷയേക്കാൾ കഠിനമായ ഗുരുതരമായ ശിക്ഷയാണ് ഒരു പുരുഷനെ ലൈംഗിക ദാഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ എല്ലാം അഭിപ്രായം. അവന്റെ ശിക്ഷ എന്താണ്? ഏതവസ്ഥയിലും അവനെ കൊല്ലണം എന്നുള്ളതാണ്. ഇത് ചെയ്തിരിക്കുന്ന വ്യക്തിയെയും ചെയ്യപ്പെട്ട വ്യക്തിയെയും ഏതവസ്ഥയിലും കൊല്ലണം. വ്യഭിചരിച്ചാൽ കൊലപാതകം അവൻ മുഹ്സനാണെങ്കിലാണ്. വിവാഹം കഴിഞ്ഞ് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി വ്യഭിചരിച്ചാലാണ് എന്ത് ചെയ്യേണ്ടതുള്ളൂ? കൊല ചെയ്യേണ്ടതുള്ളൂ. അതല്ല എങ്കിൽ 100 അടിയും നാടുകടത്തലുമാണ്. പക്ഷെ ലിവാത്ത് ചെയ്തു ഒരാൾ, പുരുഷനുമായിട്ട് ഈ ബന്ധത്തിൽ ഏർപ്പെട്ടു എങ്കിൽ അവൻ വിവാഹിതനാകട്ടെ വിവാഹം കഴിക്കാത്തവനാകട്ടെ ഏതവസ്ഥയും അവൻ കൊല്ലപ്പെടണം എന്നുള്ളതാണ് ഇവരുടെ എല്ലാം അഭിപ്രായം. മുഹ്സനൻ കാന ഔ ഗൈറ മുഹ്സൻ, വിവാഹിതനാകട്ടെ അല്ലാത്തവനാകട്ടെ അവൻ എന്ത് ചെയ്യണം? കൊല ചെയ്യപ്പെടണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ വജദ്തുമൂഹു യഫ്അലു ഫിഅല ഖൗമി ലൂത്ത് ഫഖ്തുലുൽ ഫാഇല വൽ മഫ്ഊല ബിഹി, നിങ്ങൾ ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹം ചെയ്ത പ്രവൃത്തി ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അവരെ പ്രവർത്തിച്ചവനെയും പ്രവർത്തിക്കപ്പെട്ടവനെയും എന്ത് ചെയ്തേക്കുക? കൊന്നുകളഞ്ഞേക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട ഹദീസാണ് ഇവരുടെ ആധാരം. ഈ വിഷയത്തിൽ വ്യഭിചാരത്തെക്കാളും അതികഠിനമായ പാപമാണ് ഇത് എന്നുള്ളതാണ്, അതികഠിനമായ ശിക്ഷയാണ് അവർക്കുള്ളത് എന്നുള്ളതാണ്. രണ്ടാമതൊരു അഭിപ്രായം വദഹബ അതാ ഇബ്നു അബി റബാഹ്, ഈ ഒന്നാമത്തെ അഭിപ്രായമാണെന്ത്? ശരിയായ അഭിപ്രായം. സ്വഹാബികൾക്ക് ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്, അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ അഭിപ്രായ വ്യത്യാസമുള്ളത് അവരെങ്ങനെ കൊല്ലണം എന്നുള്ള വിഷയത്തിലാണ് അഭിപ്രായം. ഈ അഭിപ്രായ വ്യത്യാസം ചില ആളുകൾ തെറ്റിദ്ധരിച്ചു. എന്താണ്? കൊല്ലണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസം, തെറ്റിദ്ധരിച്ചതാണ്. യഥാർത്ഥത്തിൽ സ്വഹാബികൾക്ക് ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. എന്തെന്ന്? ഇവരെ കൊല്ലണം എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതാണ് ശരിയായ അഭിപ്രായം. എന്നാൽ വേറൊരു അഭിപ്രായം അതാ ഇബ്നു അബി റബാഹ്, ഹസനുൽ ബസ്രി, സഈദ് ഇബ്നുൽ മുസയ്യബ്, ഇബ്രാഹിമുൻ നഖഈ, ഖതാദ, ഔസാഇ, അഷ്ശാഫിഈ ഫി ളാഹിരി മദ്ഹബി, ഷാഫിഈ മദ്ഹബിലെ പ്രധാനപ്പെട്ട മുഫ്താബിഹിയായ അഭിപ്രായം. വൽ ഇമാം അഹ്മദ് ഫി റിവായത്തി സാനിയത്തി അൻ, ഇമാം അഹ്മദിന്റെ 2 അഭിപ്രായങ്ങളിൽ ഒന്ന്. അതുപോലെ അബൂ യൂസുഫ് വ മുഹമ്മദുൻ, ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളയുടെ 2 പ്രധാനപ്പെട്ട ശിഷ്യരാണ് അവർ. ഇലാ അന്ന ഉഖൂബതഹു വ ഉഖൂബത സാനി സവാഉൻ എന്നുള്ളതാണ് ഈ വിഭാഗം ആളുകളുടെ അഭിപ്രായം. സിനയുടെയും ഈ
സ്വവർഗ ലൈംഗികതയുടെയും ശിക്ഷ ഒരേപോലെ തന്നെയാണ്. അതായത് വിവാഹിതനാണ് എങ്കിൽ, വിവാഹം കഴിച്ച് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടയാളാണെങ്കിൽ അവനെന്ത് ചെയ്യണം? കൊല ചെയ്യപ്പെടണം. അതല്ലാത്തവനാണ് എങ്കിൽ എന്ത് ചെയ്താൽ മതി? അടി കൊടുത്താൽ മതി എന്നുള്ളതാണ് രണ്ടാമത്തെ വിഭാഗത്തിന്റെ അഭിപ്രായം. وذهب الحكم وابو حنيفة الى ان عقوبته دون عقوبة الزنا زاني وهي التعزير. മൂന്നാമത്തെ അഭിപ്രായം, ഇവരുടെ ശിക്ഷ വ്യഭിചാരിക്ക് നൽകുന്ന ശിക്ഷയുടെ താഴെയാണ്. അത് തഅസീർ മാത്രമാണ് എന്നുള്ള. തഅസീർ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശിക്ഷ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ശിക്ഷ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ശിക്ഷക്കാണ് ഹദ് എന്ന് പറയുന്നത്. മോഷ്ടിച്ചാൽ കരം മുറിക്കണം, വ്യഭിചാര ആരോപണം നടത്തിയാൽ 80 അടി കൊടുക്കണം, വ്യഭിചരിച്ചാൽ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം, അതല്ല വിവാഹിതനല്ലെങ്കിൽ 100 അടിയും നാടുകടത്തലും വേണം. ഇതെല്ലാം നിശ്ചയിക്കപ്പെട്ട ഹദ്ദുകളാണ്. ഇങ്ങനെ നിശ്ചയിക്കപ്പെടാത്ത ശിക്ഷാവിധികൾക്ക് പറയുന്നതാണ് തഅസീർ. ആ നാട്ടിലെ ഇമാമിന് ഏത് ശിക്ഷാ നടപടിയാണോ ഉചിതമായിട്ട് തോന്നുന്നത് ആ രീതിയിൽ അവരെന്ത് ചെയ്യാം? ശിക്ഷിക്കാം. അത് നിശ്ചയിക്കപ്പെട്ട ഹദ്ദുകളുടെ താഴെ വരാവൂ ആ ശിക്ഷാ നടപടി എന്നുള്ളതാണ്. ചിലപ്പോൾ തടവറയിലിടുക, അതല്ലെങ്കിൽ ചില നാടുകളിൽ കാണാം തലമുണ്ടനം ചെയ്യുക, എന്നിട്ട് സമൂഹത്തിലൂടെ നടത്തിക്കുക, അങ്ങനെ പല രീതിയിലുള്ള ശിക്ഷാ നടപടികളുണ്ട്. അപ്പൊ ഇതിനകത്തൊരു തഅസീർ മാത്രം മതി എന്നുള്ളതാണ് മൂന്നാമതൊരു അഭിപ്രായം. അവർക്ക് ചില ന്യായങ്ങളും ഉള്ളതായിട്ട് ഇമാം അവറുകൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നസ്സ് സ്ഥിരപ്പെട്ടു വന്നിരിക്കുകയാണ്. എന്താണ്? അവരെ കൊല്ലണം എന്നുള്ളത്. അതുകൊണ്ട് അത് തന്നെയാണ് എന്ത് ശരിയായ അഭിപ്രായം. ഇവരുടെ ന്യായങ്ങൾ എന്താണ്? അവർ പറയുന്നു അന്നഹു മഅസിയത്തുൻ മിനൽ മആസി, കാരണം ഇതൊരു പാപം തന്നെയാണ്. പക്ഷേ ലം യുഖദ്ദിരില്ലാഹു വലാ റസൂലുഹു ഫീഹി ഹദ്ദൻ മുഖദ്ദറ, അല്ലാഹു റസൂലോ ഇതിൽ നിശ്ചിതമായ ഒരു ഹദ്ദ് നിർണയിച്ചിട്ടില്ല എന്നതാണ് അവർ പറയുന്നത്. ഫകാന ഫീഹി തഅസീർ, അതുകൊണ്ട് അതിൽ ഈ തഅസീർ മാത്രം മതി, ശിക്ഷണ നടപടിക്രമങ്ങൾ സ്വീകരിച്ചാൽ മതി. കഅക്ലിൽ മൈതതി വദ്ദമി വലഹമിൽ ഖിൻസീർ പോലെ ഒരാൾ മൈത്തത്തിനെ ഭക്ഷിച്ചു, ശവം ഭക്ഷിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ് എന്ന് കരുതിയിട്ട് അവന് ഹദ്ദുണ്ടോ? ഇല്ല. ഏതെങ്കിലും തഅസീറുകളാണ് അവന് നൽകുക. അതേപോലെ രക്തം കുടിക്കുന്ന ഒരാൾ ഖിൻസീറിനെ ഭക്ഷിക്കുന്നു, അവർക്കെല്ലാം നൽകുന്നതായ ശിക്ഷണ നടപടികൾ പോലുള്ള ശിക്ഷണ നടപടികൾ മാത്രം മതി എന്നതാണ് അവരുടെ ന്യായം. വീണ്ടും അവർ പറയുന്നു വലിഅന്നഹു വതുഉൻ ഫീ മഹല്ലിൻ ലാ തസ്തതിഹി ഇത്തിബാ, ഇവിടെ ഹദ്ദില്ല എന്ന് പറയാൻ വേറൊരു ന്യായം അവർ പറയുന്നത് ഇതാണ്. പുരുഷന്മാർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് പൊതുവെ അത് അവിടെ ലൈംഗിക ബന്ധം നടത്തുന്ന ഭാഗം പുരുഷന്റെ പിൻഭാഗത്തു കൂടിയിട്ടാണ്. ഇത് പൊതുവെ മനുഷ്യരുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ്. മനുഷ്യ പ്രകൃതിക്ക് വിരുദ്ധമാണത്. മനുഷ്യ പ്രകൃതം അതിനെ അറപ്പോടെയും വെറുപ്പോടെയുമാണ് കാണുകയുള്ളൂ. അതിനെ ആഗ്രഹിക്കാത്തവരാണ്. അതാണ് കാരണം. ബൽ റക്കബഹ അല്ലാഹു തആല അല നഫറതി മിൻഹു ഹത്തൽ ഹയവാനുൽ ബഹീം, പൊതുവെ മൃഗങ്ങൾ വരെയും അതിൽ നിന്ന് ഓടി അകലുക എന്നുള്ളതാണ് എന്ത് ചെയ്യുക. അവരിൽ വരെ ഇത് എന്ത് ചെയ്യുന്നില്ല, കാണാൻ സാധിക്കുന്നില്ല. അത് പൊതുവെ വെറുപ്പുളവാക്കുന്ന കാര്യമാണ്. ഫലം യകുൻ ഫീഹി ഹദ്ദുൻ കവതുഇൽ ഹിമായി വഗൈരിഹ, അതുകൊണ്ട് തന്നെ അതിനെന്തില്ല, വത്തു ഇല്ല, ശിക്ഷ ഹദ്ദില്ല. ഒരാളെ ഹിമാറിനെ എന്ത് ചെയ്താല് വത്തു ചെയ്തു, ലൈംഗികമായിട്ട് ഉപയോഗിച്ചാൽ ഉള്ളതുപോലെ അവന് എന്ത് കൊടുക്കേണ്ടതില്ല, കൊന്നുകളയേണ്ടതില്ല. കാരണം പൊതുവെ മനസ്സിന് വെറുപ്പുള്ള കാര്യമാണത്. അത് പൊതുവെ സാധാരണ രീതിയിൽ എന്ത് ചെയ്യൂല ആളുകൾ ചെയ്യും. നമ്മൾ നേരത്തെ വിശദീകരിച്ചു, ഒരു തിന്മക്കുള്ള ശിക്ഷയുടെ കാഠിന്യം ഏറുന്നത് എപ്പോഴാണ്? ആ തിന്മ പൊതുവെ മനസ്സിന് ഇഷ്ടമുള്ളതായി തീരുക, അത് ചെയ്യാൻ മനസ്സിന് ഇഷ്ടമുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ അതിനോട് കൂടുതൽ താല്പര്യരാണ് ആളുകൾ. അപ്പൊ അതിന്റെ ശിക്ഷാ നടപടി എന്ത് ചെയ്യും, കൂടും. കാരണം ആ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കണമെങ്കിൽ കഠിനമായ ശിക്ഷ എന്ത് ചെയ്യും, വേണ്ടിവരും. എന്നാൽ പൊതുവെ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അതിൽ നിന്ന് വെറുപ്പാണ് പൊതുവെ മനുഷ്യന്മാർക്ക് ഉണ്ടാവുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താകും, അതിന്റെ ശിക്ഷാ നടപടി കുറഞ്ഞു വരും. ഇത് പൊതുവെ ഉള്ള ഒരു തത്വമാണ്. അതുകൊണ്ട് ഇതിന് ശിക്ഷാ നടപടി ഇല്ല എന്നുള്ളതാണ് ആരുടെ വാദം? ഈ മൂന്നാമത്തെ വിഭാഗത്തിന്റെ വാദം. ശിക്ഷാ നടപടി എന്ന് വെച്ചാൽ ഹദ്ദില്ല എന്നുള്ളതാണ്.
ഖാലു അവർ പറയുന്നു വലിഅന്നഹു ലാ യുസമ്മാ സാനിയൻ ലുഗതൻ വലാ ശർഅൻ വലാ ഉർഫ. മാത്രമല്ല ഇത് പ്രവർത്തിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ വ്യഭിചാരി എന്ന് പറയപ്പെടുകയില്ല, ഭാഷയിലും പറയൂല, ശർഅ ദീനിന്റെ നിയമത്തിലും അതിന് സാനി എന്നവനെ വിളിക്കപ്പെടാൻ പറ്റുകയില്ല, പൊതുവെ ഉറുഫിലും അങ്ങനെയല്ല പറയപ്പെടുക. അതുകൊണ്ട് ഫലാ യദ്ഖുലു ഫിൻ നുസൂസി അദ്ദാല്ലത്തി അലാ ഹദ്ദി സാനി. അതുകൊണ്ട് സിനയുടെ ഹദ്ദിന്റെ, വ്യഭിചാരിക്ക് ലഭിക്കുന്ന ഹദ്ദിന്റെ പരിധിയിലേക്ക് ഇത് വരും എന്ന് എന്ത് ചെയ്യില്ല, ശർഅ നിഷ്കർഷിക്കുന്ന അതിലേക്ക് ഇത് പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ് അവർ വാദിക്കുന്നത്. മാത്രമല്ല ഖാലു അവർ പറയുന്നു വലിഅന്നാ റഅയ്നാ ഖവാഇദ ശരീഅത്തി അന്നൽ മഅസിയത ഇദാ കാനൽ വാസിഉ അൻഹാ തബീഇയ്യൻ ഉക്തുഫിയ ബിദാലികൽ വാസിഉ മിനൽ ഹദ്ദ്. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമാണ്. അതായത് ശരീഅത്തിന്റെ പൊതുവായ തത്വങ്ങളിൽപ്പെട്ടതായിട്ട് നാം മനസ്സിലാക്കുന്നു. എന്താണത്? ഒരു തിന്മ, ആ തിന്മയെ തൊട്ട് ഒരു മനുഷ്യനെ തടയുന്ന തടസ്സം അത് അവന്റെ പ്രകൃതമാണ് എങ്കിൽ ആ പ്രകൃതം തന്നെ മതിയാകും എന്ത് ഹദ്ദിന് പകരമായിട്ട്. അതായത് ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും വെറുപ്പുളവാക്കുന്ന ഒരു തിന്മയിലേക്ക് സ്വാഭാവികമായിട്ട് പോവുകയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തുണ്ട്? ഹദ്ദിൽ നിന്ന് വിടുതലുണ്ട്. വഇദാ കാന ഫി തുബാഇ തഖാദിഹ, എന്നാൽ മനുഷ്യപ്രകൃതം ഒരു തിന്മയെ തേടുന്നതാണ് എങ്കിൽ ജുഇല ഫിൽ ഹദ്ദി ബിഹസബി ഇഖ്തിലാഇ തുബാഇ ലഹ, അവന്റെ പ്രകൃതം അതിന് എത്രത്തോളം അധികമായിട്ട് ആവശ്യപ്പെടുന്നുവോ അതിനനുസരിച്ച് അതിന്റെ ഹദ്ദിന്റെ വലുപ്പം കൂടും. വലിഹാദാ ജുഇലൽ ഹദ്ദു ഫിസ്സിന വസ്സരിഖതി വശുർബിൽ മുസ്കരി ദൂന അകലിൽ മൈതതി വദ്ദമി വലഹമിൽ ഖിൻസിർ. അതുകൊണ്ടാണ് വ്യഭിചാരത്തിന് ഹദ്ദുണ്ട്, മോഷണത്തിന് ഹദ്ദുണ്ട്, മദ്യപിച്ചാൽ ഹദ്ദുണ്ട്, ലഹരി ഉപയോഗിച്ചാൽ ഹദ്ദുണ്ട്. എന്നാൽ എന്തിനില്ല? മൈത്തത്തിനെ ഭക്ഷിക്കുന്നതിന് ഹദ്ദില്ല. മൈത്തത്തിനെ ഭക്ഷിക്കുക എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതത്തോട് യോജിക്കുന്ന കാര്യമാണോ? അതിനോട് വെറുപ്പാണ് സാധാരണ മനുഷ്യന്മാർക്ക് ഉണ്ടാവുക. അതുപോലെ രക്തം കുടിക്കുക എന്നുള്ളതിനോട് വെറുപ്പാണ് ഉണ്ടാവുക. ഖിൻസീറിനെ ഭക്ഷിക്കുന്നതിനോട് വെറുപ്പാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല? ഹദ്ദ് വച്ചിട്ടില്ല. ഇതാണ് അവരുടെ വേറൊരു ന്യായം. ഖാലു അവർ പറയുന്നു വതർദു ഹാദാ അന്നഹു ലാ ഹദ്ദ ഫീ വത്ഇൽ ബഹീമത്തി വലൽ മയ്യിത وقد جبل الله سبحانه الطباع على النفرة من وطئ الرجل رجلا مثله أشد نفرة كما جبلها على النفرة من استدعاء الرجل من يطعه بخلاف الزنا فإن الداعي فيه من الجانبين. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാൾ ബഹീമത്തുമായി, നാൽക്കാലികളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അതിനെന്തില്ല, അല്ലെങ്കിൽ ഒരു മയ്യത്തുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അതിന് ഹദ്ദ് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ പ്രകൃതത്തെ നിശ്ചയിച്ചിരിക്കുന്നത് ഇതുപോലുള്ളതായ കാര്യങ്ങളോട് വെറുപ്പ് ഉണ്ടാക്കുന്ന രീതിയിലാണ് എന്നുള്ളതാണ്. ഇതിനേക്കാളും വെറുപ്പാണ് അള്ളാഹു ഒരു പുരുഷൻ വേറൊരു പുരുഷനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നതിന് അള്ളാഹു പ്രകൃതമാക്കിയിരിക്കുന്നതാണ്. അവന്റെ മനസ്സിൽ നിന്നുണ്ടാകും, അതിനോട് വെറുപ്പുണ്ടാക്കും എന്നുള്ളതാണ് അള്ളാഹു പ്രകൃതിയായി നിശ്ചയിച്ചിരിക്കുന്നത്. ഏതുപോലെ ഒരു മനുഷ്യൻ സിനക്ക് ക്ഷണിക്കുന്നു, സിനക്ക് ക്ഷണിക്കുമ്പോൾ അവിടെ രണ്ടു ഭാഗത്തു നിന്നുണ്ടാകും പ്രേരകങ്ങളുണ്ടാവും. പുരുഷൻ സ്ത്രീയോടും താല്പര്യം ഉണ്ടാകും, സ്ത്രീക്ക് പുരുഷനോടും താല്പര്യം ഉണ്ടാകും. എന്നാൽ ഈ കാര്യത്തിൽ അതല്ല. പുരുഷന്മാര് തമ്മിലുള്ളതാകുമ്പോൾ പൊതുവെ ഇവിടെ എന്താണ്? നഫ്രത്താണ് ഉണ്ടാകുക, അതിനോടൊരു വെറുപ്പും അകൽച്ചയുമാണ് പൊതുവെ ഉണ്ടാകുന്നത് എന്നുള്ളതിനാലും എന്തില്ല, ഇതിന് ഹദ്ദ് വേണ്ടതില്ല എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. ഖാലു അവർ പറയുന്നു വലിഅന്ന അഹദൻ നൗഐനി ഇദാ ഇസ്തംതഅ ബിശക്ലിഹി ലം യജിബ അലൈഹിൽ ഹദ്ദു. രണ്ട് ആളുകൾ ഒരേ രൂപത്തിലുള്ള രണ്ടാളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് പുരുഷന്മാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലൈംഗിക സുഖം എടുത്തു കഴിഞ്ഞാൽ അവരുടെ മേൽ ഹദ്ദില്ല. കമാ തസാഹഖത്തിൽ മർഅതാനി വസ്തംതഅത് കുല്ലു വാഹിദത്തിൻ മിൻഹുമാ ബിൽ ഉഖറ. രണ്ട് സ്ത്രീകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലൈംഗിക സുഖം എടുക്കുന്നത് പോലെ അവരുടെ പേൽ എന്തില്ല? ഹദ്ദില്ല എന്നതുപോലെ അവർക്കും എന്തില്ല? ഹദ്ദ് ഇല്ല എന്നതുപോലെ എന്തില്ല? ഈ വിഷയത്തിലും ഹദ്ദ് വേണ്ടതില്ല എന്നുള്ളതാണ് അവരുടെ വാദം. എന്നിട്ട് ഇമാം അവർ പറയാണ് ഖാല അസ്ഹാബുൽ ഖൗലിൽ അവ്വൽ, ഒന്നാമത് പറഞ്ഞിരിക്കുന്ന ആളുകൾ, ഒന്നാമത്തെ അഭിപ്രായം എന്താണ്? ഇത് പ്രവർത്തിച്ചവനെയും പ്രവർത്തിക്കപ്പെട്ടവനെയും കൊന്നുകളയണം എന്നുള്ളതാണ്.
വഹും ജുംഹൂറുൽ ഉമ്മ, ഉമ്മത്തിൽ ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അത് തന്നെയാണ്. പറഞ്ഞതിന് ശേഷം ഇമാം അവറുകൾ ഒന്നാമത്തെ അഭിപ്രായമാണ് ശരിയായ അഭിപ്രായം, അതായത് ഇവരെ കൊന്നുകളയണം എന്നുള്ളതാണ് എന്നതിനെ ബലപ്പെടുത്തുന്ന രീതിയിൽ വീണ്ടും പറയുകയാണ്. ജുംഹൂറുൽ ഉലമാക്കളുടെയും ഉമ്മത്തിന്റെയും അഭിപ്രായം അതാണ്. വഹക്കാഹു ഗൈറു വാഹിദിൻ ഇജ്മാഅൻ ലിസ്വഹാബ, ഒന്നിലധികം ഉലമാക്കൾ സ്വഹാബികളുടെ ഇജ്മാഇ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നിലേക്കും പോകേണ്ട കാര്യമില്ല. ലൈസ ഫിൽ മആസി അഅ്ദമു മഫ്സദതൻ മിൻ ഹാദിഹിൽ മഫ്സദ, പാപങ്ങളിൽ വേറൊരു പാപവുമില്ല അതിന്റെ അപകടം ഇതിനേക്കാൾ വലിയ അപകടമായിട്ട്, അതായത് ഇതിന്റെ അപകടമാണ് ഏറ്റവും വലിയ അപകടം. വഹിയ തലി മഫ്സദത്തൽ കുഫർ, കുഫറിന്റെ അപകടം എത്രയാണോ അതിനോട് ചേർന്ന് നിൽക്കുന്നു ഇതിന്റെ അപകടം. വറുബ്ബമാ കാനത് അഅ്ദമ മിൻ മഫ്സദത്തിൽ ഖത്ൽ, പലപ്പോഴും കൊലപാതകത്തിന്റെ അപകടത്തെക്കാളും മികച്ചു നിൽക്കുന്നു എന്തിന്റെ അപകടം, പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ അപകടം. കമാ സനുബയ്യിനുഹു ഇൻഷാ അല്ലാഹു തആല, ശേഷം ഇമാമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ഈ വിഷയം തന്നെയാണ് ഈ കിതാബിൽ എന്ത് ചെയ്യുന്നത്, തുടർന്ന് വിശദീകരിക്കുന്നത്. ഖാലു, അവര് പറയുന്നു, ഒന്നാമത്തെ അഭിപ്രായക്കാർ, വലം യബ്തലില്ലാഹു തആല ബിഹാദിഹിൽ കബീറതി ഖബല ഖൗമി ലൂത്തിൻ അഹദൻ മിനൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹത്തിന് മുമ്പ് വേറൊരു സമൂഹത്തെയും ഈ അദാബ് കൊണ്ട് ഇതുകൊണ്ട് ശിക്ഷിച്ചിട്ടില്ല. അതായത് ഈ ഒരു പരീക്ഷണം നൽകിയിട്ടില്ല. ഈ രീതി പ്രകൃതി വിരുദ്ധമായ ഈ ഒരു കാര്യം ആദ്യമായിട്ട് രൂപപ്പെടുന്നത് എവിടെയാണ്, ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹത്തിലാണ്. വആഖബഹും, അല്ലാഹു അവരെ ശിക്ഷിച്ചു. എപ്രകാരമാണ് ശിക്ഷിച്ചത്, ഉഖൂബത്തൻ ലം യുആഖിബ് ബിഹാ അഹദൻ ഗൈറഹു, ഒരു ശിക്ഷ, ആ ശിക്ഷ പോലുള്ള ഒരു ശിക്ഷ വേറെ ആർക്കും അല്ലാഹു നൽകിയിട്ടില്ല, അതുപോലെ കഠിനമായ ശിക്ഷയാണ്. വജമഅ അലൈഹിം മിൻ അൻവാഇൽ ഉഖൂബാത്ത്, ശിക്ഷകളുടെ നൗഉകൾ, വ്യത്യസ്ത ഇനങ്ങൾ അല്ലാഹുവോട് എന്ത് ചെയ്തു, സമ്മേളിപ്പിച്ചു. അൻവാഇൽ ഉഖൂബാത്ത് ബൈനൽ ഇഹ്ലാക്, അവരെ നശിപ്പിച്ചു ഒന്നാമതായിട്ട്. വഖൽബി ദിയാരിഹിം അലൈഹിം, അവരുടെ വീടുകൾ, അവരുടെ നാടുകൾ അവരുടെ മേൽ മറച്ചിട്ടു. വൽ ഖസ്ഫി ബിഹിം, അവരെയും കൊണ്ട് ഭൂമി ആഴ്ന്നുപോയി. വറജ്മിഹിം ബിൽ ഹിജാറത്തി മിൻ സമാ, ആകാശത്ത് നിന്ന് കൽമഴ അവരുടെ മേൽ എന്ത് ചെയ്തു, വർഷിക്കുകയുണ്ടായി. ഫനക്കല ബിഹിം നകാലൻ ലം യുനക്കിൽഹു ഉമ്മതൻ സിവാഹും, മാതൃകാപരമായി അല്ലാഹു അവർക്ക് ശിക്ഷ നൽകി, വേറൊരു ഉമ്മത്തിനും അങ്ങനെ നൽകിയിട്ടില്ല. വദാലിക, കാരണം ലിഅദമി മഫ്സദതി ഹാദിഹിൽ ജരീമ, ഈ പാപത്തിന്റെ അതിന്റെ മഫ്സദത്ത്, അതിന്റെ അപകടം അത്ര വലുതായതാണ്, ഗുരുതരമായതുകൊണ്ടാണ്. അല്ലത്തി തകാദുൽ അർദു തമീദു മിൻ ജവാനിബിഹാ ഇദാ ഉമിലത് അലൈഹാ, എത്രത്തോളം എന്നാൽ ഭൂമിയുടെ മേലെ ഈ പാപം നടക്കപ്പെട്ടാൽ ഭൂമി ഇരുവശങ്ങളിലേക്കും നീങ്ങിപ്പോകുമാറാവും. അത് പേടിച്ചിട്ട് എന്ത് ചെയ്യും, ഭൂമി അതിനെ വിട്ടിട്ട് അകന്നു പോകുമാറ് ഗുരുതരമാണിത്. വതഹ്റുബുൽ മലായികതു ഇലാ അഖ്താരിസ് സമാവാതി വൽ അർദ് ഇദാ ഷാഹദുഹാ, ഈ പാപകൃത്യം നടക്കുന്നത് കണ്ടാൽ മലായികത്ത് എന്ത് ചെയ്യും, ആകാശഭൂമികളുടെ ഒരങ്ങളിലേക്ക് ഓടിയകലും, പേടിച്ചിട്ട് എന്ത് ചെയ്യും, ശിക്ഷ ഇറങ്ങാൻ പോകുന്നു. ഖശ്യത നുസൂലിൽ അദാബി അലാ അഹ്ലിഹാ, അവരുടെ മേൽ അല്ലാഹുവിന്റെ ശിക്ഷ നൽകും. അതുകൊണ്ട് പേടിച്ചിട്ട് ശിക്ഷ ബാധിക്കാതിരിക്കാൻ മലായികത്ത് എന്ത് ചെയ്യും, ആകാശഭൂമികളുടെ ചക്രവാളങ്ങളിലേക്ക് അവർ ഓടിയകലും. ഫയുസീബുഹും മഅഹും, അവർക്കും ശിക്ഷ ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. വതഅജ്ജുൽ അർദു ഇലാ റബ്ബിഹാ തബാരക വതആല, ഭൂമി അല്ലാഹുവിലേക്ക് അട്ടഹസിച്ച് നീങ്ങും. ഈ ദുഷിച്ച കർമ്മം എവിടെയെങ്കിലും നടക്കുന്നതായിട്ട് കണ്ടാൽ. വതകാദുൽ ജിബാലു തസൂലു അൻ അമാകിനിഹാ, പർവ്വതങ്ങൾ അതിന്റെ സ്ഥലങ്ങളിൽ നിന്ന് തെന്നിമാറുകയും ചെയ്യും എന്ന് ഇമാം അവറുകൾ പറയുക. അത്രത്തോളം ഗുരുതരമാണ് ഈ പാപം എന്നുള്ളതിനാലാണ്. അതിനുശേഷം ഇത് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളെ, ചെയ്തിരിക്കുന്ന വ്യക്തി ഫായിൽ ഉണ്ടാകും, അത് പ്രവർത്തിച്ചയാളുണ്ടാകും. ചെയ്യപ്പെട്ട വ്യക്തി എന്തിനാണ് കൊല്ലുന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അതേപോലെ തന്നെ ഇതിന്റെ ശിക്ഷാ നടപടിയുടെ തെളിവുകളും സംബന്ധിച്ചാണ് ശേഷം ഇമാം അവറുകൾ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ ആ വിഷയം നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും മരിക്കുവോളം അല്ലാഹുവിന്റെ തൃപ്തിയിലായി ജീവിക്കാൻ നല്ല തൗഫീഖ് നൽകട്ടെ. وأقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم.